Hi friends, LINI'S FOOD CORNER എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ ആയിട്ട് നമുക്കൊരു സേമിയ പായസം ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കണേ. അപ്പം നമുക്ക് നല്ല സ്വാദിഷ്ടമായ സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ സേമിയ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. നറുനെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പായസത്തിലേക്ക് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് സേമിയ പായസം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് സേമിയ പായസം തയ്യാറാക്കാനായിട്ട്. ഞാൻ ഈ സമയം അടുത്ത സ്റ്റൗവിൽ ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ പാലവിടെ തിളക്കിയിട്ട് അപ്പോഴേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 കവറും വേണമെങ്കിൽ എടുക്കാം. കാരണം ഞാനിപ്പോൾ അധികം പായസം ഉണ്ടാക്കണില്ല. ഇപ്പോൾ പായസം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര സേമിയയിൽ തന്നെ നമുക്ക് ഒരു 2.5-3 കവർ വെച്ച് പാലിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സേമിയ പായസം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ലൂസാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല തളർന്ന് ഫ്ലെക്സിബിളായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ആ ഉപ്പ് ഇടുന്നത് വീഡിയോയിൽ വന്നില്ല. ഞാനത് വീഡിയോ പോസ്റ്റിൽ വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടായിരിക്കാം. നമ്മുടെ പായസം റെഡിയായി. നമുക്കിതിലേക്ക് ഈ കശുവണ്ടിപ്പരിപ്പും കിസ്മസും ഞാൻ കുറച്ച് ബദാമും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വറുത്തിടാം. അതിനുവേണ്ടി ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ഞാനൊരു തവയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കശുവണ്ടിപ്പരിപ്പും ബദാമും കിസ്മസും കൂടിയിട്ട് വറുത്ത് എടുക്കാം. നെയ്യ് ചൂടായി ഇതിലേക്ക് നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഷെയ്ഡ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മസ് ഇട്ട് കൊടുക്കാം. ബദാം ഞാൻ ചെറുതാക്കി ഒന്ന് നേരിതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ഇത് നേരിയതായി കട്ട് ചെയ്തേക്കണം, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ എടുത്ത് നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ പായസം, വളരെ സ്വാദിഷ്ടമായ സേമിയ പായസം തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ് സേമിയ പായസം. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.